Hi friends, welcome back. DSLR camera കൊണ്ട് എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇതുപോലത്തെ കിഡിലൻ ഫോട്ടോസ് ഒരു ഫോൺ ക്യാമറ കൊണ്ട് എടുക്കാൻ പറ്റിയാൽ തകർപ്പനല്ലേ. Vivo X90 Pro എന്ന ഈ ഫോണിലെ ക്യാമറയാണ്. സംഗതി ശരിയാണ്, DSLR പോലത്തെ ഫോട്ടോ എടുക്കാൻ ഈ ഫോൺ കൊണ്ട് പറ്റും. ബട്ട് ഈ ഒരു ആസ്പെക്റ്റ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ള ഘടകങ്ങൾ അത്രത്തോളം ടോപ്പ് ക്വാളിറ്റിയാണോ? ഈ ഒരു ഫോൺ എങ്ങനെയുണ്ട് യൂസ് ചെയ്ത് നോക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു ഫോണിനെ കുറിച്ച് എന്തെങ്കിലും ഒരു താല്പര്യം മനസ്സിലുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയിലുണ്ട് എൻ്റെ ഫുൾ എക്സ്പീരിയൻസ് യൂസ്ഡ് റിവ്യൂ ആണ്, കണ്ടു നോക്കാം. ക്യാമറയുടെ ഹൈപ്പിൻ്റെ കാര്യം ഓൾറെഡി നിങ്ങൾ ഒരുപാട് കേട്ട് കാണും, അത് ഞാൻ അവസാനം പറയാം. ആദ്യമായിട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ 2 ആഴ്ച ഉപയോഗിച്ച് വന്നപ്പോൾ ഞാനിതുമായിട്ട് അങ്ങ് സെറ്റായി. അതായത് കയ്യിൽ പിടിക്കുമ്പോഴൊക്കെ വളരെ കംഫർട്ടബിളായ രീതിയിൽ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്, വേറെ വിഷയമൊന്നുമില്ല. വെയിറ്റ് ഒക്കെ ഉണ്ട്, 214 ഗ്രാം വെയിറ്റ് ഒക്കെ ഉണ്ട്. IP68 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. ടോട്ടലി നല്ല സെറ്റപ്പാണ്. ഇതിൻ്റെ ഈ ക്യാമറ മോഡ്യൂളിൻ്റെ തിക്നെസ് ഇത്തിരി കൂടുതലാണ്, ഒത്തിരി വലുപ്പം കൂടുതലാണെന്നുള്ളത് എനിക്കൊരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ചും മേശപ്പുറത്തൊക്കെ വെക്കുമ്പോൾ ഇത് കിടന്ന് ഇങ്ങനെ ഷേക്കാവുന്ന ഒരവസ്ഥ, അത് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബാക്കി എല്ലാം കൊണ്ടും ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കംഫർട്ടാണ്. ലെതർ ഫിനിഷൊക്കെ നന്നായിട്ടുണ്ട്. ഇതിൻ്റെ അടുത്ത ഒരു കംപ്ലൈൻറ്റ് പറയാനില്ലാത്ത പെർഫെക്റ്റായ ഒരു ഏരിയ എന്ന് പറയുന്നത് ബാറ്ററി ആൻഡ് ചാർജിങ് ആണ്. നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചാർജിങ് 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് ഉണ്ട്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും വരുന്നുണ്ട്. എല്ലാം ഉണ്ട്, നല്ല ബാറ്ററി ലൈഫ് ഉണ്ട്, ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല, പക്ക ഡീസൻറ്റ് സെറ്റപ്പാണ്. പെർഫോമൻസ് ഈ ഒരു മേഖലയിലേക്ക് വരുമ്പോൾ എങ്ങനെയുണ്ട്? ആദ്യം തന്നെ ഇത് ഒരു 5G ഫോണാണ്. ഇഷ്ടംപോലെ 5G ബാൻഡുകളും കാര്യങ്ങളും ഉണ്ട്. സോ ആ നെറ്റ്വർക്കിൻ്റെ കാര്യത്തിൽ 5Gയുടെ കാര്യത്തിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. എയർടെൽ സിമ്മാണ് ഞാൻ ഉപയോഗിക്കുന്നത്. സോ ഈ ഒരു സ്പീഡാണ് നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മളിവിടെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ ഒരു ഏരിയയിൽ ഏതൊരു ഫോണിൽ ടെസ്റ്റ് ചെയ്താലും കിട്ടുന്ന ഒരു സ്പീഡ് തന്നെയാണ്. സോ ഒരു വെരി ഗുഡ് സ്പീഡ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. സോ അതൊരു നല്ല വശമാണ്. അതുപോലെ കോള് നെറ്റ്വർക്ക് പോലുള്ള കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പെർഫോമൻസ്, സിസ്റ്റം പെർഫോമൻസ്, FunTouchOS 13 ആൻഡ്രോയിഡ് 13 ബേസ്ഡ് ആണ്. Dimensity 9200 എന്ന് പറയുന്ന, അതായത് 9200 എന്ന് പറയുന്ന പ്രോസസ്സറാണ്. 4nm പ്രോസസ് ടെക്നോളജിയാണ്. യാതൊരു ഓവർ ഹീറ്റിംഗ് പോലുള്ള കാര്യങ്ങളുമില്ല. പക്ക സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറയാം, ഈ പ്രൈസിന് ഇത് 84,000 രൂപയാണ്, 85,000 രൂപയാണ്. ഈ പ്രൈസിന് ഇതാണ് ബെസ്റ്റ് ഗെയിമിംഗ് ഫോണെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം ഈ പെർഫോമൻസിൻ്റെ ഭാഗത്തുള്ള പോരായ്മയാണോ ഞാൻ ഈ പറയുന്നത്. ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തന്നെ സ്നാപ്ഡ്രാഗൺ 8 Gen 2 വെച്ചുകൊണ്ട് ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഉള്ള ഫോണുകൾ നമുക്ക് iQൻ്റെയും OnePlusൻ്റെയും ഒക്കെ കിട്ടാനുണ്ട്. സോ പെർഫോമൻസ് വൈസ് ഇത് ടോപ്പാണ് എന്ന് ഞാൻ പറയില്ല. ഇതിനേക്കാൾ ബെറ്റർ അവിടെയുണ്ട്, ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തന്നെയുണ്ട്. ഇതിൻ്റെ വിലയ്ക്ക് തന്നെ നോക്കിയാലും ഗെയിം കളിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് തരാൻ പോകുന്നത് iPhone 12 13 14 ഏതെടുത്താലും നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് ഉറപ്പായിട്ടും കിട്ടും. സോ ഗെയിമിംഗ് എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് വരുമ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും ബെറ്റർ ഓപ്ഷൻസ് ആണ്. പിന്നെ പ്രത്യേകിച്ചും ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ഓഫർ ടൈം കൂടിയാണ് 4-ാം തീയതി തൊട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊക്കെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഗെയിമിങ്ങിനൊക്കെ ഒരു ഐഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പറ്റിയ ടൈമാണ്. യൂട്യൂബിൻ്റെ പ്രൊഡക്റ്റ് സെക്ഷനിൽ ഞാൻ പർച്ചേസ് ലിങ്ക് കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ, വേണമെങ്കിൽ വാങ്ങിക്കുക. ഗെയിമിംഗ് എന്ന് പറയുമ്പോൾ ഞാൻ അതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഇത് മോശമാണെന്നല്ല കേട്ടോ, ഇത് നല്ലത് തന്നെയാണ്. ബട്ട് ആൻഡ്രോയിഡ് വെച്ച് കമ്പയർ ചെയ്താൽ പോലും ഇതിനേക്കാൾ കുറഞ്ഞ പ്രൈസിന് ഇതിനേക്കാൾ ബെറ്റർ പെർഫോമൻസ് തീർച്ചയായിട്ടും കിട്ടാനുണ്ടെന്നുള്ളത് ഓർത്തിരിക്കാമെന്ന് മാത്രം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. പിന്നെ ഇതിനകത്ത് ഒരു കാര്യം കൂടിയും, കുറച്ച് പ്രീ ഇൻസ്റ്റാൾഡ് ആപ്ലിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് എൻ്റെ പ്രൈമറി ആപ്ലിക്കേഷൻ ഇട്ടു. ഞാൻ 2 ആഴ്ചയായിട്ട് ഇത് ഉപയോഗിക്കുകയാണ്. സോ അത് എൻ്റെ രീതിയിലേക്ക് ഫുള്ളായിട്ട് സെറ്റപ്പ് ചെയ്തിട്ടാണ് ഉപയോഗിച്ചത്. വേറെ ഇഷ്യൂസ് ഒന്നും നമ്മൾ കണ്ടില്ല. കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നുള്ളത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുമ്പോൾ വേറെ കാര്യമായ ഇഷ്യൂസ് ഒന്നുമില്ല. ഇത് സാംസങ്ങിൻ്റെ AMOLED ഡിസ്പ്ലേ ഒന്നുമല്ല, നോർമലായിട്ട് ഇവരുടെ മറ്റേതൊക്കെ ഒരു ഡിസ്പ്ലേക്കാണ് വെച്ചിരിക്കുന്നത്. ബട്ട് ഡിസ്പ്ലേ ക്വാളിറ്റിയിൽ പ്രശ്നമൊന്നുമില്ല. ഫുൾ HD ഡിസ്പ്ലേ 120 Hz നൈസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി HDR10 കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒക്കെ ഭംഗിയാണ്. നെറ്റ്ഫ്ലിക്സിലടക്കം എല്ലായിടത്തും ഭംഗിയായിട്ട് എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്. ഇഷ്യൂസേ ഇല്ല ഡിസ്പ്ലേക്ക്, പക്ക സെറ്റ് ഡിസ്പ്ലേ. പക്ഷേ എന്താണ് ഇവിടുത്തെ ഒരു ഇഷ്യൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈസിന് നമുക്കിതിനേക്കാൾ നല്ല മികച്ച സാംസങ് ഡിസ്പ്ലേകൾ കിട്ടാനുണ്ട്, അല്ലെങ്കിൽ സാംസങ് ഫോണുകൾ ബെറ്റർ ഡിസ്പ്ലേയുമായിട്ട് കിട്ടാനുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതിനേക്കാൾ കുറവിൽ iQ11 ഒക്കെ നോക്കിയാൽ 144 Hz E6 AMOLED ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബെസ്റ്റ് ക്വാളിറ്റിയാണ്. ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് ബെറ്റർ ക്വാളിറ്റി ഡിസ്പ്ലേകൾ കിട്ടാനുണ്ട് എന്ന് സാരം. ഒപ്പം തന്നെ അതൊക്കെ 2K ഡിസ്പ്ലേ ആണ്, ക്വാഡ് HD ഡിസ്പ്ലേ ആണ്. ഇത് വെറും ഫുൾ HD ഡിസ്പ്ലേ ആണ്. സോ ഈ ഒരു വിലയ്ക്ക് ഇതിൻ്റെ ഡിസ്പ്ലേ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പ്രശ്നങ്ങളില്ല. ബട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇതിനേക്കാൾ ബെറ്റർ ഡിസ്പ്ലേകൾ ഇതിനേക്കാൾ കുറഞ്ഞ വിലയ്ക്കും കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഈ പ്രൈസിൽ ഉറപ്പായിട്ടും കിട്ടാനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ ഒരു പോരായ്മയായിട്ട് വേണമെങ്കിൽ ഇവിടെ പറയാവുന്ന 1300 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സേ കൊടുത്തിട്ടുള്ളൂ. അതൊക്കെ ഈ റേഞ്ചിൽ ഒരു 1500 600 700 2000 ആ റേഞ്ചിലേക്ക് വേണമെങ്കിൽ പോവാം. കുഴപ്പമൊന്നുമില്ല, സൺലൈറ്റ് വിസിബിലിറ്റി ഒക്കെ ഓക്കെയാണ് കേട്ടോ. സോ ഇതൊക്കെ ഇതിൻ്റെ പ്രശ്നങ്ങളാണ്. ബട്ട് എങ്കിലും ഓവറോൾ യൂസർ എക്സ്പീരിയൻസിന് തീർച്ചയായിട്ടും സഫീഷ്യൻ്റ് ആയ ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ ക്യാമറയാണ് ലാസ്റ്റായിട്ട് പറയാനുള്ളത്. മെയിൻ ക്യാമറ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ DSLR പോലത്തെ നല്ല കിഡിലൻ ഫോട്ടോസ് ഏത് സാഹചര്യങ്ങളിൽ വേണമെങ്കിലും എടുക്കാൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല മനോഹരമായ ഫോട്ടോസ് കിട്ടും.
അതിപ്പോൾ ലാൻഡ്സ്കേപ്പ്, ചെറിയ ക്ലോസപ്പ് ഷോട്ടുകളായാലും ലോങ് ഷോട്ടുകളായാലും എല്ലാം തന്നെയും വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു ഫോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. യാതൊരു ഇഷ്യൂസും ഇല്ല. ഹ്യൂമൻ സബ്ജക്റ്റിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല ഗംഭീര ഫോട്ടോസ്. ഇത് ഞാൻ എടുത്ത ഫോട്ടോസ് മാത്രമല്ല, മറ്റ് എൻ്റെ പല സുഹൃത്തുക്കൾ എടുത്ത ഫോട്ടോസൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോർട്രേറ്റ് മോഡൊക്കെ ഏകദേശം ഒരു DSLR ക്യാമറ കൊണ്ട് എടുത്ത പോലെ തോന്നിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇതിൻ്റെ ഫോട്ടോസ് വന്നിരിക്കുന്നത്. ഈ സൈസ് കൊളാബറേഷനൊക്കെ ആയിട്ട് ഇവർ ഒരുപാട് T-സ്റ്റാർ കോട്ടിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്ത് സംഗതി എന്തൊക്കെ ചേർന്ന് വന്നു എന്നുള്ളതല്ല, ഔട്ട്പുട്ട് ഗംഭീരമായിരിക്കുന്നു. എക്സലന്റ്. ഒരു ഫുൾ തംസ് അപ്പ് അതിന് കൊടുക്കുക. നിങ്ങൾക്ക് ഇത് ഓക്കെ ആവുമോ എന്നുള്ള കാര്യം നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യുക. എന്തായാലും ഇതിൻ്റെ വീഡിയോ 8K 24 FPS വരെ ഷൂട്ട് ചെയ്യാം. 4K ഞാനിവിടെ ഷൂട്ട് ചെയ്ത് സാമ്പിൾ കാണിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി വീഡിയോസ് അത് ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും ഒക്കെ എടുക്കാൻ സാധിക്കും. ഒരു വിഷയമില്ല. ഇനി ക്യാമറയുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. അതായത് സെൽഫി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കാണേണ്ടുന്ന ഒരു ക്വാളിറ്റി ഇതിൽ കിട്ടുന്നില്ല. നമുക്ക് ആ ഒരു സ്കിൻ ടോൺ ആയാലും ഒക്കെ നോക്കുമ്പോൾ ആ ഫോക്കസിൻ്റെ ഏരിയ, ഒന്നിലധികം ആൾക്കാർ നിൽക്കുമ്പോൾ ആ ആൾക്കാരുടെ ഫേസൊക്കെ കറക്റ്റായിട്ട് ഫോക്കസിലേക്ക് വരിക, ആ വക സംഭവങ്ങളൊന്നുമില്ല. ഒരു ശരാശരി മിഡ് റേഞ്ച് ഫോണിൽ കാണുന്ന ഒരു നല്ല ക്വാളിറ്റി ക്യാമറ. വീഡിയോയിലേക്ക് വരുമ്പോഴും സെൽഫി ക്യാമറയിൽ 4K ഒന്നും കൊടുത്തിട്ടില്ല, ഫുൾ HD മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു റേഞ്ച് ഇതിന് കുറച്ച് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഒപ്റ്റിക്കൽ സൂമൊക്കെയുള്ള 10x ഒപ്റ്റിക്കൽ സൂമൊക്കെയുള്ള സാംസങ്ങിൻ്റെ S സീരീസ് ഗാലക്സി ഫോണുകൾ നിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള സൂമിംഗ് ഫീച്ചറുകളൊന്നും ഇതിൻ്റെ ക്യാമറയിൽ കൊടുത്തിട്ടില്ല. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ, സെൽഫി ക്യാമറയുടെ ക്വാളിറ്റിയിലെ പോരായ്മ, അതേപോലെ അതിൻ്റെ വീഡിയോയിൽ 4K ഇല്ല. ഇവരുടെ തന്നെ ചില ഫോണുകളുണ്ട്, വിവോ V സീരീസ് ഫോണുകളൊക്കെ 4K കൊടുത്തിട്ടുണ്ട് സെൽഫി ക്യാമറയിൽ. ഇത്രയും വില കൂടിയ ഫോണിലേക്ക് വന്നപ്പോൾ അത് കൊടുത്തിട്ടുമില്ല. അതൊക്കെ വിയേർഡായ കാര്യങ്ങളാണല്ലേ. എന്തായാലും സെൽഫി ക്യാമറ അളവിൽ അത് അത്ര പോരാ എന്നുള്ളത് വാസ്തവമാണ്. സോ ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ മെയിൻ ക്യാമറ ബെസ്റ്റാണ്, ബട്ട് സെൽഫി ക്യാമറ അത്ര കണ്ട് പോരാ. ആ റേഞ്ചിനുള്ള ഒരു ക്വാളിറ്റി പോരാ എന്ന് പറയുമ്പോൾ ടോട്ടൽ ക്യാമറ സെറ്റപ്പ് അടിപൊളി എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. ബട്ട് മെയിൻ ക്യാമറ ഇപ്പോഴും ടോപ്പ് നോച്ച് ക്വാളിറ്റി ഉണ്ട്. സെൽഫി ക്യാമറ മോശമെന്ന് ഞാൻ പറയുമ്പോൾ ആ ഒരു റേഞ്ചിലെ മറ്റ് ഫോണിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര കണ്ടില്ലെന്നാണ്. നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും പഠിക്കാം, ഒന്നും നോക്കണ്ട. ഇനി ഇതിൻ്റെ മറ്റ് ചില കാര്യങ്ങൾ, ഇതിൽ IR ബ്ലാസ്റ്റർ വരുന്നുണ്ട്, Wi-Fi 6, ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ, ബ്ലൂടൂത്ത് 5.3, 2x2 മിമോ ടെക്നോളജി, NFC, OTG, ഡുവൽ സിം സപ്പോർട്ട്, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസർ എല്ലാം സെറ്റാണ്. ഒരു വിഷയമില്ല. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സെൻസറൊക്കെ മനോഹരമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇതിനകത്ത് ഇഷ്യൂസ് ഒന്നും ഞാൻ കണ്ടില്ല. സോ ഫൈനലി Vivo X90 Pro എങ്ങനെയെന്ന് ചോദിച്ചാൽ ഓവറോൾ ഡീസൻ്റ് ആയ ഒരു വിവോ ഫോണാണ്. പക്ഷേ അതിൽ ഓരോ ഭാഗങ്ങളിലും ഇന്ന കാര്യങ്ങളൊക്കെ മിസ്സിങ്ങും പോരായ്മകളും ഒക്കെയുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാൽ എടുക്കാവുന്നതാണ്. അതിൻ്റെ ഒപ്പം തന്നെ വിവോയുടെ T2X എന്നൊരു ഫോൺ ഇറങ്ങി, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് ഇവിടെയുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വന്നിട്ടില്ല. അത് ഞാനൊരു ഷോർട്ട് കുറച്ച് പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ്, അതിൻ്റെ കാരണം ഓൾറെഡി ഇത് പ്രൈമറി ഫോണായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അത് യൂസ് ചെയ്ത് നോക്കാനുള്ള സമയം കിട്ടിയില്ല. അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ അതിൽ വരുന്ന കമൻറ്റുകൾ അനുസരിച്ചുകൊണ്ട് വരും സമയങ്ങളിൽ യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ചെയ്യും. സോ അപ്പോൾ അത്രയുമാണ് X90 Proയുടെ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.